എൻ്റെ പേര് സച്ചിൻ, കൊല്ലം സ്വദേശിയാണ്. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. 2018 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമാളിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്. നിലവിൽ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ജോലി എന്നൊരു സ്വപ്നം കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. അതിന് കാരണം ആ ഒരു പ്രിവിലേജ് കണ്ടു വളർന്നുകൊണ്ടാണ്. എൻ്റെ അച്ഛൻ KCB നിന്ന് റിട്ടയർഡ് ആയ സബ് എഞ്ചിനീയറാണ്. അമ്മ വാട്ടർ അതോറിറ്റിയിൽ നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അമ്മ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ അതേ പോസ്റ്റിലേക്ക് തന്നെ കയറാൻ പറ്റിയത്. അതിലിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 2018 മെക്കാനിക്കൽ പാസ് ഔട്ട് ആയി. അന്ന് തൊട്ട് തന്നെ ഗവൺമെന്റ് ജോബ് ഒരു ആഗ്രഹമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ആദ്യം നോൺ ടെക്നിക്കലായിരുന്നു തുടങ്ങിയത്. ആ സമയത്ത് വന്ന് എഴുതി അതെല്ലാം ആണ് ആദ്യം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ടൈമിലാണ് അവിചാരിതമായി എനിക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൻ്റെ ഫസ്റ്റ് സ്റ്റയർ ക്ലിയർ ചെയ്യാൻ പറ്റി. അന്ന് തൊട്ട് ഞാൻ ടെക്നിക്കൽ പഠിച്ചു തുടങ്ങിയാണ്. അപ്പം നോൺ ടെക്നിക്കൽ പഠിച്ചിട്ട് ഞാൻ കണ്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ടെക്നിക്കൽ തോന്നുകയും പിന്നീട് എൻ്റെ ലൈഫ് ടെക്നിക്കലോട്ട് തന്നെയാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ടെക്നിക്കൽ എക്സാംസ് കേരള PSC അധികം പിടിക്കാത്തതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റുകളായിരുന്നു കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കട്ട് ഓഫ് കൃത്യമായി എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ കേരള PSC എഴുതുന്ന ആദ്യ ടെക്നിക്കൽ എക്സാം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് 3 എക്സാമാണ്. അപ്പോൾ അന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റി. കാരണം കോവിഡ് ആയിരുന്നു, ഫുൾ ടൈം വീട്ടിലായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ആ റാങ്കിൽ ഉൾപ്പെടുകയും 745ാമത്തെ റാങ്കിൽ പിന്നീട് ഒരുപാട് ടെക്നിക്കൽ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് ഗ്രേഡ് 3 എക്സാമിന്റെ പ്രിപ്പറേഷൻ ഇടയ്ക്ക് വെച്ചാണ് ജാസിം സാറിനെ ഞാൻ പരിചയപ്പെട്ടത്. അന്ന് ഞങ്ങൾക്ക് സിവിലിന്റെ ടോപ്പിക്സും മെക്കാനിക്കൽ ടോപ്പിക്സും ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ ടോപ്പിക്സ് എല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ജാസിം സാറായിരുന്നു. അങ്ങനെയാണ് ജാസിം സാറുമായിട്ട് പരിചയപ്പെടുകയും വിനേഴ്സ് അക്കാഡമിയെ പറ്റി അറിയിക്കുകയും ചെയ്തത്. ആദ്യമേ ഞാൻ ജോയിൻ ചെയ്തത് വിനേഴ്സ് അക്കാഡമിയുടെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ കോഴ്സിലോട്ടാണ്. മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സിലേക്കാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. പിന്നീട് പോളിടെക്നിക് ലെക്ചറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്തു. പിന്നെ എൻ്റെ ഫോക്കസ് ഞാൻ മാറ്റി പോളിടെക്നിക് ലെക്ചറിലേക്ക് മാത്രമായിട്ട് ഒതുക്കി. കാരണം ഓപ്പറേറ്ററിനെക്കാട്ടി എൻ്റെ ഒരു ആഗ്രഹം പോളിടെക്നിക് ലെക്ചർ ആവുക എന്നായിരുന്നു. പിന്നീട് ഒരുപാട് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നീട് വന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. സിവിലിന്റെ ഒരു അത്യാവശ്യം ബേസ് ഈ തേർഡ് ഗ്രേഡിന് പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു ബേസ് ഉണ്ടായത് കൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി എന്നെ കൊണ്ട് പറ്റുമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ജാസിം സാറിനെ കോൺടാക്ട് ചെയ്യുകയും വാട്ടർ അതോറിറ്റിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് അവിടുന്നുള്ള പ്രോപ്പർ ക്ലാസ് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. വാട്ടർ അതോറിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇത്തിരി സീരിയസ് ആയിട്ട് നോക്കണമെന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ജാസിം സാറും പ്രിയ സാറും കൂടെ ചേർന്ന് ടെക്ഹബ് എന്നൊരു ഓഫ്ലൈൻ സെന്റർ തുടങ്ങുന്നത് കൊല്ലത്ത്. അപ്പോൾ എനിക്കും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അതൊരു ഉപകാരമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയുണ്ടായി. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോളി ലെക്ചർ കോഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കെമിക്കലും സിവിലുമാണ്. സിവിൽ തന്നെ ആദ്യമേ വന്നപ്പോൾ സിലബസ് കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൂടുതൽ മാർക്കും സിവിലിനായിരുന്നു. അപ്പം ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സിലബസ് റിവൈസ് ചെയ്ത് വന്നപ്പോൾ എൻവയോൺമെന്റ് എന്നൊരു സബ്ജക്റ്റിന് ഒരു പ്രിഫറൻസ് 20 മാർക്കോളം പ്രിഫറൻസ് കൊടുത്തു. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ കെമിക്കൽ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് എൻവയോൺമെന്റിലും സിവിലിനും കോൺസെൻട്രേഷൻ കൊടുത്താൽ ആദ്യമേ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പറേഷൻ ആ 3 സബ്ജക്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നപ്പോൾ ഒക്ടോബർ 15-നായിരുന്നു ആദ്യത്തെ എക്സാം ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് ആ എക്സാമിനേഷൻ അങ്ങനെ മാറ്റി. അപ്പോൾ പിന്നീടാണ് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ പഠിക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് 1 എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങിയത്. ഫിറ്റ്നസ് ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്രദമായതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എനിക്ക് സിവിൽ പഠിക്കുകയും കെമിക്കൽ പഠിക്കുകയും അതോടൊപ്പം തന്നെ എക്കണോമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ടീഡിയസ് പ്രോസസ്സാണ്. പക്ഷെ അതെനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഞാനോടാണ്. കാരണം സിവിലിന്റെ ടോപ്പിക്സ് ആയാലും എൻവയോൺമെന്റിന്റെ ടോപ്പിക്സ് ആയാലും ടീം എനിക്ക് സിംപ്ലിഫൈഡ് നോട്ട്സ് ആയിട്ട് കിട്ടി. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എൻവയോൺമെന്റിന്റെ ടോപ്പിക്സ് എല്ലാം പഠിപ്പിച്ച ആ ടോപ്പിക്കുകളിൽ നിന്ന് നോട്ട്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. റാങ്കിൽ ഇത്രയും മുന്നിൽ വരാനും സാധിച്ചത് ആ എൻവയോൺമെന്റിന്റെ നോട്ട്സ് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കെമിക്കലിന്റെയും മെക്കാനിക്കലിന്റെയും ക്ലാസ്സസ് എല്ലാം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കലിന്റെ കോഴ്സ് പോളി ലെക്ചറിനെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അത് വലിയതായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ കെമിക്കൽ എനിക്ക് വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നി, നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ട് തോന്നി. എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളതേ ഉള്ളൂ. നമുക്കൊരിക്കലും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് ലഭിക്കില്ല. അതിനുവേണ്ടി നമുക്ക് കുറേ നാളത്തേക്ക് പരിശ്രമിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം, ഒരു വർഷം, 2 വർഷം, 3 വർഷം. അപ്പോഴെല്ലാം നമുക്ക് വേണ്ടത് നമ്മൾക്കൊരു ലക്ഷ്യമാണ്, ഒരു എയിമാണ്.
ആ എയിം എന്താണെന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. പിന്നീട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഡീവിയേറ്റ് ചെയ്യാതെ അതിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുക. വേറെ എന്ത്, ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വേറെ ജോലി ഉണ്ടായി പോവാം, വേറെ ജോലി കിട്ടി പോവാം, ഇതെല്ലാം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. സോ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുക. എക്സാം പ്രിപ്പറേഷൻ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലിയാണ്. അച്ഛനും അമ്മയും അനിയനും അവരെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴായാലും ഫീസ് വന്നപ്പോഴായാലും ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. എനിക്കിനി പറയാനുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോടാണ്. നമുക്കറിയാം നമ്മുടെ കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനുള്ള പോസ്റ്റുകൾ കുറവാണ്, അതുപോലെ തന്നെ നിയമനങ്ങൾ കുറവാണ് എന്ന് കരുതി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഒരു ഒഴിവുകളാണെങ്കിലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.